കാത്തിരുന്ന പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയുമായി ഒമാൻ ഭരണകൂടം. നിയന്ത്രണങ്ങളൊന്നൊന്നായി നീക്കിക്കൊണ്ട് ഉണരുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി ഒമാനിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുകയാണ്. മത്സ്യ മാർക്കറ്റിലേക്കുള്ള പ്രധാന കവാടങ്ങൾ എല്ലാം തന്നെ അടച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇതാ സന്തോഷ വാർത്ത. കഴിഞ്ഞ ദിവസമാണ് കവാടങ്ങളെല്ലാം തുറന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നത്. കോവിഡ് വർദ്ധിച്ച സമയത്ത് ഒരു ഭാഗത്തു കൂടി മാത്രമായിരുന്നു മാർക്കറ്റിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിലേക്കുള്ള എല്ലാ കവാടങ്ങളും തുറക്കുകയും ചെയ്തിരുന്നു. മാർക്കറ്റ് വലിയ രീതിയിൽ പുതുക്കി പണിതിരുന്നു. ഇത് കഴിഞ്ഞ് ഒരു മാസമായപ്പോഴേക്കും കോവിഡ് കാരണം അടയ്ക്കുകയായിരുന്നു. സാധാരണ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ മാർക്കറ്റിൽ വലിയ തിരക്കാണ്. മലയാളികളും സ്വദേശികളുമാണ് മാർക്കറ്റിലെ പ്രധാന ഉപഭോക്താക്കൾ. ഈ ദിവസങ്ങളിൽ മാർക്കറ്റിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുക. ഒമാനിലെ പല പ്രദേശത്തു നിന്നും നിരവധി പേർ ഇവിടെ മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി എത്താറുണ്ട്. ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന പോർട്ടിനോട് ചേർന്നാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. മത്സ്യത്തിന്റെ ചിറകിന്റെ ആകൃതിയിലാണ് മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പരിപാലനത്തിന് വലിയ പ്രാധാന്യമാണ് അധികൃതർ നൽകി വരുന്നത്. അതോടൊപ്പം തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഇവിടുത്തെ കച്ചവടക്കാർ. സ്വദേശികളെ കൂടാതെ വിദേശികളും ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. ഇവിടെ സ്വദേശിവൽക്കരണം വന്നതോടെയാണ് വിദേശികൾ പോയത്. മത്സ്യം വൃത്തിയാക്കി നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഒമാൻ കടലിൽ നിന്ന് പിടിച്ച മത്സ്യങ്ങളാണ് പ്രധാനമായും മാർക്കറ്റിൽ എത്തുന്നത്. രാത്രി പിടിച്ച മീനുകൾ പുലർച്ചെയാണ് ഈ മാർക്കറ്റിൽ എത്തുക. മലയാളികളുടെ അയലയും മത്തിക്കുമൊക്കെ രാവിലെ ഇവിടെ വന്നാൽ കിട്ടുന്നതായിരിക്കും. കൂടാതെ രാവിലെ മാർക്കറ്റിലെത്തിയാൽ ബോട്ടിൽ നിന്നും നേരിട്ട് മത്സ്യം വാങ്ങാനും സാധിക്കുന്നതാണ്. തണുപ്പുകാലമായാൽ ധാരാളം മത്സ്യങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യും. അയക്കൂറ, ആവോലിയൊക്കെ ധാരാളമായി പലപ്പോഴും മാർക്കറ്റിൽ എത്താറുള്ളതാണ് പതിവ്. വലിയ വിലക്കുറവിലാണ് ഈ സമയത്ത് മാർക്കറ്റിൽ മത്സ്യങ്ങൾ വിൽക്കുക. ഇതോടുകൂടി വിപണിയും തിരിച്ചെത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.